പ്രവാചകനായ പത്രോസിൻ്റെ പ്രവചനം നിറവേറിയിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ലേ? ആരും അറിഞ്ഞില്ലേ? ഇന്നും ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അതെ, പത്രോസിൻ്റെ പ്രവചനം നിറവേറിക്കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് ഒരു പ്രവചനം നടത്തി. ആ പ്രവചനം എത്ര കൃത്യമായിട്ടാണ് ഇക്കാലത്ത് നിറവേറിയിരിക്കുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് പത്രോസ് പ്രവചനം നടത്തിയിരിക്കുന്നത്. ആ പ്രവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശല വാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഇതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടക്കം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്നല്ല, കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇനി പ്രവചനം നടത്താൻ പോവാം. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ പറഞ്ഞത്: അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. പ്രവചനം ഉണ്ടാകും, അതുണ്ടല്ലോ. ഇനി അടുത്തത്: അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അടുത്തത്: അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അടുത്തത്: അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. എത്ര കൃത്യമായ പ്രവചനം! സത്യമാർഗം ദുഷിക്കപ്പെടും. ഇനി അടുത്തത്, അവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശല വാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, അഥവാ വിശ്വാസികളെ കച്ചവടച്ചരക്കാക്കും. വാണിഭം എന്ന വാക്കിൻ്റെ അർത്ഥം പറയാതറിയാമെന്ന് കരുതുന്നു. വാണിഭം എന്ന് പറയുന്നത് ക്രയവിക്രയമാണല്ലോ. പഴയകാലത്ത് കച്ചവടത്തിന് പറയുന്ന പ്രയോഗമാണ്. ഏത് ക്രൈസ്തവ ആലയത്തിലും പോയി നോക്കിക്കേ, നടക്കുന്നത് വാണിഭവമല്ലേ? എന്താ വാണിഭവം എന്ന് പറഞ്ഞാൽ? വാണിഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം വേണം. ആ കാര്യം നിങ്ങൾ തരുമെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് തിരികെ അങ്ങോട്ട് അതിനൊരു വില തരും, അതിനൊരു മൂല്യം തരും. അതായത് ഇങ്ങോട്ട് വാങ്ങുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് വാങ്ങുന്നതിന് അങ്ങോട്ട് കൊടുക്കുക. ക്രയം. പെന്തക്കോസുകാരുടെ ഹാളുകളിലാകട്ടെ, ഒട്ടുമിക്കവാറും എവിടെയാണെങ്കിലും ചെല്ലട്ടെ, ഞാൻ മനസ്സിലാക്കുന്നത് വരുന്നവർ അവരുടെ കാര്യസാധ്യത്തിനാണ് വരുന്നത്, അവരുടെ വിഷയം പരിഹരിക്കാൻ. ഒന്ന് ഈ മക്കളുടെ ജോലി, അല്ലെങ്കിൽ രോഗം മാറാൻ, അല്ലെങ്കിൽ കടബാധ്യത മാറാൻ, ഇങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഇവർക്കുള്ളത്. ഈ ആവശ്യവുമായി വരുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ അവിടെ ആളുണ്ട്. പകരം ഒന്നുകിൽ അവർ വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിൽ, സ്തോത്രകാഴ്ചപാത്രത്തിൽ പൈസ ഇടുക, അതല്ലെങ്കിൽ തത്തുല്യമായൊരു തുക അവർ പറയും, അല്ലെങ്കിൽ അവർ നടത്തുന്ന ശുശ്രൂഷയ്ക്ക് അവരൊരു ഫീസ് വയ്ക്കും, ഇങ്ങനെ കൊടുക്കും. ഇന്ന് എവിടെ നോക്കിയാലും ഇത് കാണാം. കൺവെൻഷൻ ഒരാളെ വിളിച്ച് സുവിശേഷം പ്രസംഗിപ്പിക്കാനായിട്ട് വിളിച്ചാൽ അദ്ദേഹത്തിന് ഫീസുണ്ട്. അദ്ദേഹം വന്ന് പ്രസംഗിക്കും, നമ്മൾ അദ്ദേഹത്തിന് പണം കൊടുക്കണം. രോഗശാന്തി ശുശ്രൂഷകനാണ്, വിളിച്ചാൽ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ പണം കൊടുക്കണം. ഇനി ഒരു ചർച്ചിൽ ചെന്നാലോ, ചർച്ചിലൊന്ന് അറ്റൻഡ് ചെയ്യാൻ, വെറുതെ ഒന്ന് പോയി കേട്ടേക്കാം എന്ന് കരുതി ഒന്നും ആവശ്യപ്പെടാം, വെറുതെ പോയിരുന്നാൽ പോലും നമ്മുടെ മുമ്പിൽ അവർ പാത്രവുമായിട്ട് വരും. സ്തോത്രകാഴ്ച എന്നാണ് അതിനൊരു ഓമനപ്പേരിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അവർക്കുള്ള ഫീസാണ്. ഇങ്ങോട്ട് തരുന്നതിന് അങ്ങോട്ട് കൊടുക്കുക. ഇതിന് വാണിഭവം എന്നല്ല, പിന്നെ എന്താ പറയേണ്ടത്? ബിസിനസ്സാണിത്. ശരിക്കും കർത്താവായ യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ ഇത് ചെയ്തിരുന്നുവോ? വേദപുസ്തകത്തിൽ ആരും തന്നെ അത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല. അങ്ങനെ ഒരു ഉപദേശം പോലും കാണുന്നില്ല. സ്തോത്രകാഴ്ച പോലും എടുക്കാൻ വേദപുസ്തകത്തിൽ ഉപദേശമുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ നിയമ ന്യായപ്രമാണ കാലഘട്ടം അനുസരിച്ച് ആലയത്തിലെ ഭണ്ഡാരത്തിനകത്ത് പണമിടുന്ന രീതികളുണ്ടായിരുന്നു. അങ്ങനെ വിധവയായ ഒരു സ്ത്രീ 2 ചില്ലിക്കാശിട്ട കാര്യങ്ങളൊക്കെ, യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ യേശുക്രിസ്തുവോ ഇതൊരു ഉപദേശ രൂപമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സഭയിൽ അവലംബിക്കാനായിട്ട് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ധർമ്മശേഖരം വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കണം. ആ ധർമ്മശേഖരം എവിടെയെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ ആ സമയത്ത് അത് കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുക. ധർമ്മശേഖരം എന്ന് പറയുന്ന സംഗതിയുണ്ട്. പക്ഷെങ്കിൽ ഒരു കൺവെൻഷൻ നടത്തിയാൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരാൾ പ്രസംഗിച്ചാൽ, ഒരു പരസ്യയോഗം നടത്തിയാൽ, ഇപ്പോൾ മിക്കയിടത്തും പാത്രവുമായിട്ട് പോവുകയാണ്. സ്തോത്രകാഴ്ച എടുക്കുക, സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഫീസ് കൊടുക്കുക. നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞ്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുക. ഇന്ന് പ്രവാചകനെ വിളിച്ച് ഒരു ശുശ്രൂഷ നടത്തണമെങ്കിൽ പ്രവാചകന് ഫീസുണ്ട്. കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു വാക്ചാതുര്യതയോടെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ അതിനുവേണ്ടി സെലക്ട് ചെയ്താൽ അയാൾക്ക് ഫീസുണ്ട്. ഒരു ചർച്ച് മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുത്താൽ അവിടെ പണമിടണം. ഇത് ലോകത്തെല്ലാ ജാതി മതവിഭാഗങ്ങളിലും ഉണ്ട് ഈ കാര്യങ്ങൾ. സത്യത്തിൽ ലോകത്തോട് അനുരൂപപ്പെട്ട് ദൈവജനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് അന്നേ പ്രവചിച്ചു,
അവർ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അതിന് മുന്നോടിയായി തന്നെ പത്രോസ് പുസ്തകം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അന്നേ ഉണ്ട് കള്ളപ്രവാചകന്മാർ. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. എന്താ ദുരുപദേഷ്ടാക്കന്മാരുടെ ഐഡൻറ്റിറ്റി എന്നറിയോ? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. ഇവിടെ ആരും യേശുക്രിസ്തുവിനെ തള്ളിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പെരുമാറ്റത്തിലൂടെ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാക്കി കളയാറുണ്ട്. അടുത്തത്, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യ ആഗ്രഹത്താൽ കൗശലവാക്ക് പറയും. അവർ കൗശലവാക്കുകളും വാക്ചാതുര്യതകളും ഒക്കെ ഉപയോഗിക്കുന്നത് ദ്രവ്യം അവർക്ക് കിട്ടേണ്ടതിന്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാസംഗികർക്ക് ദ്രവ്യം കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്ത് നോക്കിയേ. വിളിച്ചു വരുത്തിയ പ്രവാചകൻ 5 പൈസ കൊടുക്കുന്നില്ല. സ്വോത്രകാഴ്ച ചർച്ചിലുള്ള ഒരാൾ പോലും സ്വോത്രകാഴ്ച ഇടുന്നില്ലെന്നൊന്ന് തീരുമാനിച്ചേ, എന്തായിരിക്കും സ്ഥിതി? കൺവെൻഷന് സ്വോത്രകാഴ്ച എടുക്കാനായിട്ട് പാത്രവുമായിട്ട് വരുമ്പോൾ അവിടുത്തെ ആളുകൾ ആരും സ്വോത്രകാഴ്ച ഇടുന്നില്ല എന്ന തീരുമാനമെടുത്താൽ സ്ഥിതി എന്തായിരിക്കും? അത്രയും മാത്രം പരിശോധിച്ചാൽ മതി ആ പ്രവചനം എത്ര കൃത്യമായിട്ട് ഇവിടെ നിറവേറി എന്ന് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകനാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ദ്രവ്യാഗ്രഹവും കൗശലവാക്കും ഉപയോഗിക്കാനിടയാകരുത്. ആണെങ്കിൽ നിങ്ങൾ ദുരുപദേഷ്ടാക്കന്മാരുടെ, കള്ളപ്രവാചകന്മാരുടെ പട്ടികയിൽ സ്വർഗത്തിലെ ദൈവം എണ്ണും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കാം. അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, പാസ്റ്റർമാർ ജീവിക്കണ്ടേ, അവർക്കവരുടെ കുടുംബം പോറ്റണ്ടേ? തീർച്ചയായിട്ടും. അവരോട് ആര് പറഞ്ഞു പണിക്ക് പോകേണ്ടത്? അവർ ജോലി ചെയ്യും. പൗലോസേനയിലെ മാതൃക കാണിച്ചിരിക്കുന്നത് സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചിട്ട് ചെയ്യണം. ഒന്ന്. രണ്ടാമത്, ആർക്കെങ്കിലും ഹൃദയത്തിൽ പ്രേരണ തോന്നി തരികയാണെങ്കിൽ സന്തോഷത്തോടെ വാങ്ങാൻ വ്യവസ്ഥയുണ്ട്, ഒരു തടസ്സവുമില്ല. പക്ഷേ അതൊരു ചടങ്ങാക്കി, അതൊരാചാരമാക്കി തന്നേ മതിയാകൂ, കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, കൊടുത്തേ പറ്റൂ എന്ന് വിശ്വാസികൾക്ക് തോന്നൽ ജനിപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇതാണ് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രേരണ തോന്നി ദൈവം അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാനൊരു കാര്യം ദൈവം ഉള്ളിൽ പ്രേരണ തോന്നിയാണ് കൊടുത്തിരുന്നത്. ഇന്നതല്ല, പ്രേരണയൊന്നുമില്ല, പക്ഷെ കൊടുത്തല്ലേ പറ്റൂ. സഭായോഗത്തിന് പോകണമെങ്കിൽ സ്തോത്രകാഴ്ച ഇടാൻ പൈസ ഇല്ല എന്നൊരൊറ്റ കാരണത്താൽ സഭായോഗത്തിന് പോകാതിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളവർ പെട്ട് കാണില്ല. നിങ്ങളിൽ പലരും, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ സ്തോത്രകാഴ്ച ഇടാൻ പൈസ ഇല്ലാതിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ സഭായോഗത്തിന് പോകുമെന്നോർത്ത് വ്യാകുലപ്പെട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് ആ സഭായോഗത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തടസ്സമായി നിന്നത് ഈ ആചാരമാണ്. ഈ ആചാരം ആരാ കൊണ്ടുവന്നത്? ഇതൊരാചാരമായി മാറി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രവചനം എത്ര കൃത്യമായി നിറവേറുന്നു. ഇന്ന് ദൈവസഭകളിൽ നടക്കുന്നത് വാണിഭമാണ്. വാണിഭം. അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു. ദശാംശം കൊടുക്കുന്നു, പകരം വാങ്ങുന്നു. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുന്നു, നേടിക്കൊടുക്കുന്നതിന് പണം കൊടുക്കുന്നു. എല്ലാ ഇടങ്ങളിലും ഇതാണ് നടക്കുന്നത്. വാണിഭക്കാരെ കൊണ്ട് സഭകൾ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ കയ്യിലെ കച്ചവട വസ്തുക്കളായി മാറിയിരിക്കുകയാണ്. അവർ ലക്ഷങ്ങൾ കൊടുത്ത് അവർ നടത്തുന്ന പല അഭ്യാസങ്ങളും, കൺവെൻഷൻ സ്റ്റേജുകളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ്. ചർച്ചുകളിലൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ്. ഇതെല്ലാം മുടക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ പണം വാങ്ങാൻ. പല ആചാരങ്ങളെയും അവരോട് കൊണ്ടുവന്നു. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.